NCC സഹോദരങ്ങള്, ഉമർ മൗലവി, അലൈ മൗലവി പോലുള്ള ഉന്നതരായ പണ്ഡിതർ നേതൃത്വം കൊടുത്തൊരു സംഘടനയാണല്ലോ നമ്മുടെ കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ നിലവാരത്തിന് ഒട്ടും യോജിച്ചൊരു പുസ്തകമായില്ല. കാരണം തയ്യാറാക്കിയത് ആരാ? അനസ് മൗലവിയും ഹനീഫ കായക്കൊടിയും. ഓരോ പുസ്തകം തയ്യാറാക്കിയത് മാത്രല്ല, ഈ വിഷയത്തിൽ ഒരു പുസ്തകം ഇറക്കുമ്പോ ഇത്രയും കാലമായി മടവൂരികൾ കുളമാക്കിയ ഒരു വിഷയം, തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയം, ആ തെറ്റിദ്ധരിപ്പിച്ച വിഷയത്തിൽ ജമിയത്തുൽ ഉലമയുടെ ഒരു ഫത്വ എന്ന നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ആ ഫത്വയുടെ സ്വഭാവം അതിനുണ്ടോ? ഇല്ല. ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. ആ പുസ്തകം വായിച്ചാൽ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഓരോ വിഷയങ്ങളും എന്താണ് എന്ന് പറയുന്നതിന് പകരം എന്തല്ല എന്ന് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി മാത്രം പറയാ, പോസിറ്റീവായിട്ട് പറയുന്നേ ഇല്ല. റുഖിയ എന്താണെന്ന് പറയുന്നില്ല, അതേസമയം റുഖിയ എന്തല്ല എന്ന് അബദ്ധധാരണകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ സുതാര്യമായ രീതിയിൽ, സുഗ്രാഹ്യമായ രീതിയിൽ ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്ന നിരവധി സലഫി ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടും അതൊന്നും അവലംബിക്കാതെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിവാദ വിഷയങ്ങളിൽ ഒരുതരം തെൽബീസ്, എന്താ തെൽബീസ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കുക, ആ തെൽബീസാണ് യഥാർത്ഥത്തിൽ പുസ്തകത്തിലുടനീളം സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലൈൻ എന്താന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ കണിശമായി വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു ശൈലിയാണ്. ഏത് ചോദ്യം നമ്മളോട് ചോദിച്ചാൽ ക്ലിയർ മറുപടി കിട്ടും. പക്ഷെ ജിന്ന് ചെയ്താൻ വിഷയം വന്നപ്പോ എന്തായി? അതിങ്ങനെ ഒരു നമ്മളെ നാട്ടിൽ പറയലുണ്ട്, ഈ മട്ടലുമ ചവിട്ടിയമാതിരി, ഇവിടെ ചവിട്ടി അവിടെ പൊന്തി, അവിടെ ചവിട്ടി അവിടെ പൊന്തി. ആ രൂപത്തിൽ എന്താ അത് കൃത്യമായി ഹദീസിലുള്ളത് പറയാൻ നമുക്ക് മടിയുണ്ട്. ചില ആളുകൾക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കല്ലും നെല്ലും തിരിച്ച് വിഷയം പഠിപ്പിക്കുന്നതിന് പകരം ആരൊക്കെയോ മുൻവിധികൾ അതിനനുസരിച്ച് സംസാരിക്കാണ്. പിന്നെ ഈ പുസ്തകത്തിൽ സിഹിറിനെ പറ്റിയും കണ്ണേറിനെ പറ്റിയും ബോധപൂർവം പറയാതിരിക്കുകയാണ്. അത് ഈ വിഷയത്തിൽ ചർച്ചയല്ലേ? കണ്ണേറിന്റെ റുഖിയ ചർച്ച ചെയ്യണ്ടേ? സിഹിറിനെ പറ്റി മൊത്തത്തിൽ സിഹിറിന് ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞു പോവല്ലാതെ റസൂലുള്ളാഹി സിഹിർ ബാധിച്ച ഹദീസോ സിഹിറിനെതിരിൽ മടവൂരികൾ നടന്ന കുപ്പജനക മറുപടിയോ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. തൗഹീദിനെ പറ്റി കുറെ പേജുകൾ വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തൗഹീദ് എല്ലാവർക്കും അറിയുന്ന പൊതു തത്വമാണ് ആദ്യ ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് പറയാൻ പറ്റുന്നതായിരുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ജിന്നുകളെ വിളിച്ചു തേടിയിരുന്ന ജാഹിലിയ കാലത്തുള്ളവർ ഹനീഫ കായക്കൊടി തൊടുപുഴയിൽ വന്ന് പറഞ്ഞത് എന്താ അറിയോ? വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. ആ മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അഭയം തേടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിന് മൂപ്പര് പറയാ, ഹയ്യായ ഹാലറായ ഖാദിറായ ജിന്നിനോടാ ചോദിച്ചത്, എന്നിട്ടും ശിർക്കായി. പച്ചകളുടെ ദുർവ്യാഖ്യാനം ചെയ്യാ. എന്താണ് അവിടെ ജാഹിലിയ കാലത്തുള്ളവർ ചോദിച്ചത്? ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ആ വാദിയിലുള്ള ആ താഴ്വരയുടെ നേതാവായ ജിന്നേ, ഇവിടെയുള്ള കാഫിർ ജിന്നുകൾ എന്നെ ഉപദ്രവിക്കുന്നത്, ഞാൻ നിങ്ങളോട് അഭയം തേടുന്നു. എന്റെ കുട്ടികൾ, എന്റെ സമ്പത്ത്, എന്റെ കാലികൾ, ഞാന്, എന്റെ ശരീരം, ഇതിനെല്ലാം രക്ഷിക്കാൻ അതിന് കഴിയോ? ജിന്ന് നേതാവിന് കഴിയോ? ജിന്ന് നേതാവിന് കഴിയുന്ന കാര്യമാണോ അത്? ഒരിക്കലുമല്ല. അത് ഹാദിറിനോടല്ല, അത് ഗായിബിനോടാണെന്ന് വ്യക്തമായി തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്ക് അല്ലാഹുക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് അത് പ്രാർത്ഥനയാണ്. അത് നേരെ അട്ടിമറിച്ചു. എന്നിട്ട് പറയാണ്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെന്നാല്, ഇപ്പൊ നമ്മളൊരു പരിപാടി വെക്കാൻ വേണ്ടി ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ നേരത്തെ അവിടുത്തെ മുതലാളിമാരെയും പ്രമാണിമാരെയൊക്കെ കണ്ടിട്ട് ഈ കുട്ടികൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുന്നത് പോലത്തെ ഏർപ്പാടാണെന്നാ പറയുന്നത്. ജമിയത്തിന്റെ പുസ്തകത്തിൽ ആ രീതിയിലാണ് ഇബ്നു കസീറിന്റെ ഒരു വാചകം എടുത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോ ഹനീഫ് കായക്കൊടിയും പറഞ്ഞു നടക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആൻ വരെ തങ്ങളുടെ ആവശ്യത്തിന് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഈ പുസ്തകത്തിന് ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു ഫഖാഫൂഹും. കണ്ടോ? പിശാച് എന്ത് ചെയ്യും? അവനാണ് പിശാച്. അവൻ അവന്റെ മിത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പേടിപ്പിക്കും. ആരാ പിശാചിന്റെ മിത്രങ്ങൾ? മുശ്രിക്കുകൾ. അവരെ നിങ്ങൾ പേടിക്കരുത്. അതെന്തിനാ കൊടുത്തത്? പിശാചിനെ പേടിക്കരുത് എന്നതിനാക്കി. അതിനുവേണ്ടി ഇബ്നു കസീർ ഒരു ഇബാറത്ത് തെറ്റിദ്ധരിപ്പിച്ചു. അതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഇത് പണ്ടേ സലാം സല്ലമി പറഞ്ഞതാ. കടവത്തൂരിൽ വെച്ച് ഞാൻ മറുപടി കൊടുത്തതാ. എടോ ഓരോ ആയത്തുണ്ട്, എല്ലാ വാദത്തിൽ നമുക്ക് പൊളിച്ചോന്നിട്ട് ഓതി ആയത്തത്. അതിന് ഞാൻ അത് ക്ലിപ്പിട്ടിട്ട് കൃത്യമായി കടവത്തൂരിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതേ ആയത്ത് ഇപ്പൊ ബരി ഓതുന്നു. സലാം സുല്ലമി എന്തു പറഞ്ഞോ 2005 2006 ഒക്കെ, അതാണ് ഇപ്പൊ ഈ കോക്കസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് വലിയ ഗവേഷണം, അത്ര മീറ്റിംഗ് കൂടി ഇത്ര മീറ്റിംഗ് കൂടി. എന്നിട്ടോ സലാസുല്ലി പറഞ്ഞ തന്നെ, കരിമ്പലാക്കൽ പറഞ്ഞ തന്നെ. അപ്പൊ നമ്മളെ ജമിയത്തിന്റെ പ്രസിഡന്റ് ഇനി കരിമ്പലാക്കലിനെ ആക്കണോ? കാരണം 5 കൊല്ലം അവർ മുമ്പിലാന്ന് പറഞ്ഞത്. ജിന്നു ശൈത്താൻ വിഷയത്തിലെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ 5 കൊല്ലം മുമ്പ് മനസ്സിലാക്കാൻ കരിമ്പലാക്കലിന് സാധിച്ചു, അലിമദനിക്ക് സാധിച്ചു, സലാം സല്ലമിക്ക് സാധിച്ചു. അതിപ്പോഴാണ് നമ്മളെ ജമിയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ സ്വീകരിച്ച സലഫി വിരുദ്ധ നിലപാട് കൊണ്ടുണ്ടായിട്ടുണ്ട്. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തോ അതുപോലെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇതൊരിക്കലും ഇത്ര വഷളാകുമായിരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നീ കാണുന്ന ഒരു പ്രതിസന്ധിയും ഉണ്ടാകുമായിരുന്നില്ല. കരുതിക്കൂട്ടി ചില ആളുകള് ലോക സലഫി ഉലമാക്കളുടെ നിലപാടിന് വ്യത്യസ്തമായി, ആദിമകാല മുസ്ലിമീങ്ങളുടെ നിലപാടിന് വ്യത്യസ്തമായി പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഓർക്കണം. എന്താണ് വാസ്തവത്തിലൂടെ സംഭവിച്ചത് എന്ന കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നടന്ന ആ യോഗത്തിൽ അവസാനം പ്രവർത്തകർ പറഞ്ഞു, ഇവിടെ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദല്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളോട് ഭിന്നിപ്പിച്ചത് എന്ന് വളരെ വികാരപരമായി ഒരു പ്രവർത്തകൻ ചോദിക്കുന്ന രംഗം കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഈ പറഞ്ഞ ചോദ്യമാണ് മുജാഹിദ് നമ്മളിത് മനസ്സിലാക്കി. ഞാനിപ്പോ പറയുന്നത് ന്യായമാണ്, അതേ നിങ്ങൾ നമ്മുടെ ഭാഗം തെറ്റാണ്. കാരണം നമ്മൾ മുജാഹിദിനെ ക്ഷമിക്കണമെന്ന് നമ്മളെങ്ങനെയാ സത്യം അറിയാതെ എനിക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചത് അവർ സംഭവിച്ചല്ലോ, നമ്മൾ മനസ്സിലാക്കല്ലോ. ഒന്നിരിക്കുക, സത്യം വിജയിക്കുക, പടസം വിജയിക്കുക ഉറപ്പാണ്. സത്യത്തിന്റെ ആൾക്കാരെ വിജയിപ്പിക്കുന്നത് അസത്യത്തിന്റെ ആൾക്കാരെ പരാജയപ്പെടുന്നത് ഉറപ്പാണ്. ഞാനിവിടെ ചോദിച്ച ചോദ്യം മനസ്സിലാക്കാൻ ശരിയില്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ എനിക്ക് ചിന്തയിൽ വെച്ച അധർമാസനത്തിൽ എന്ന മറുപടി, ആ മറുപടി എനിക്ക് ഡൗട്ടാണ്. ഒന്നിപ്പോ അദ്ദേഹം പറഞ്ഞ ലേഖകൻ പിന്നീട് അത് തിരുത്തിയത് സാധ്യം പറഞ്ഞിട്ടുണ്ട്. അത് അബദ്ധമാകരുത്, ആരോട് മനസ്സിലാക്കാൻ ഈ മുമ്പിലുള്ള ശക്തിയോട് കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, അദ്ദേഹം മുമ്പിൽപ്പെട്ട ആൾക്കാരോട് അല്ലെങ്കിൽ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചിഹ്നങ്ങൾ ചോദിച്ചാൽ പോലും ചോദിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ അധർമസ്ഥലത്തിൽ എനിക്ക് തന്ന മറുപടിയിൽ തന്നെ പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് ആയിഷ ഹാജറ ചോദിച്ചു, എന്താണ് എന്റെ വെള്ളം തരുമോ ചോദിച്ചു. അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അവിടെ സലഫി പറഞ്ഞത്. മാറി എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2 ഇവിടെ വെള്ളം ചോദിച്ചു. പിന്നെ മാത്രമല്ല ഈ അവസാനം അബ്ദുറഹ്മാൻ സലഫി കൺക്ലൂഡ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതെന്താ? അതായത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്നത് അതാണ് ശിർക്ക്, ഇത് അതിൽ വരുന്നില്ല എന്നാണ് അബ്ദുറഹ്മാൻ സലഫി കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് നേരത്തെ അനസ്വലിയും പറഞ്ഞു ഭൗതികമായ വിഷയം മുമ്പ് നമ്മൾ ഇവിടെ നടന്ന ക്ലിപ്പിങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഈ ഞാൻ ചോദിച്ചത് ഇത് ഇല്ല. ഇതാണല്ലേ സക്കരിയ സുലൈഹി പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം തോന്നിയാൽ എന്താ, സക്കരിയ സുലൈഹിക്ക് വാദമില്ല, നമ്മുടെ കേരളത്തിന് വാദമില്ല, നമുക്ക് ആർക്കും വാദമില്ല, ജിന്നിനോട് തേടാമെന്ന്. എങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകൂടെയാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ നമ്മളെല്ലാം പിരിക്കുന്നത്, ഈ നമ്മുടെ പ്രാണത്തോളം ശ്രേഷ്ഠമായി പ്രസ്ഥാനത്ത് എന്തിനാണ് കീറുന്നത്? അതുപോലെ സാധനങ്ങളുണ്ട്, സംഘടനകളുണ്ട്. ആര് മറുപടി പറയാൻ അവസാനം പറയാൻ സത്യം ചെയ്തിട്ടാണ് പോകുന്നത്, സത്യം ചെയ്തിട്ടാണ് പോകുന്നത്.
മുജാഹിദ് കേരളം ഇത് ഏറ്റെടുത്തു. ഈ കള്ളത്തരവും പറഞ്ഞ് മുജാഹിദുകളെ 1.5 കൊല്ലമായി നിങ്ങൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയായിരുന്നു. KNM പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താന്തോന്നിത്തം ഇനിയും KNM പ്രവർത്തകർ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അതിന്റെ തുടക്കം മാത്രമാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ടായത്. ഇനി നിങ്ങൾ ഇറങ്ങൂ വിശദീകരണം കൊണ്ട്. ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. കാരണം തനിച്ച കാപട്യമല്ലേ നിങ്ങൾ ചെയ്തത്. ഇല്ലാത്തൊരു വാദത്തിന്റെ പേരിൽ ഉണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ ചേരിതിരിച്ചു. സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയുടെ ജൂതതന്ത്രം പയറ്റാൻ വേണ്ടി ഈ പ്രസ്ഥാനത്ത് നിങ്ങൾ തമ്മിൽ തല്ലിച്ചു. പ്രവർത്തകരെ ചേരിതിരിച്ചു. യൂണിറ്റ് തലം മുതൽ നിങ്ങൾ ഭിന്നിപ്പിച്ചു. പ്രവർത്തകരെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇത് ടോടേണ്ടി വരും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മുജാഹിദ് പ്രവർത്തകർ പൊട്ടന്മാരാണെന്നോ? സംഘടനയ്ക്ക് വേണ്ടി സഹിക്കുമെന്നോ? സംഘടനയിലെ 10 രൂപയുടെ മെമ്പർഷിപ്പിന് വേണ്ടി നിങ്ങളെ താന്തോന്നിത്തത്തിന് കൂട്ടുനിൽക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നടക്കാൻ പോകുന്നില്ലാതെ. ഈ വിശദീകരണങ്ങളുമായി ഞങ്ങൾ ഇറങ്ങിയപ്പോ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വിചാരിച്ചു എതിര് പറയാൻ പെടാൻ ആരും ഉണ്ടാവില്ല. സംഘടന ഇല്ലെങ്കിൽ ആളുകൾ കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂല. സംഘടനാ ചാനൽ ദുരുപയോഗം ചെയ്ത്, സംഘടനാ സ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്ത്, സംഘടനാ പ്രസിദ്ധീകരണം ദുരുപയോഗം ചെയ്ത്, സംഘടനാ ആസ്ഥാനം ദുരുപയോഗം ചെയ്ത്, മുജാഹിദുകളിൽ നിന്ന് പിരിച്ചെടുത്ത സകാത്തിന്റെയും സദഖയുടെയും പൈസ ഉപയോഗിച്ച് നിങ്ങളെ കോക്കസിന്റെ താന്തോന്നിത്തമാണ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയത്. അതിനി അനുവദിക്കുകയില്ല എന്ന് മുജാഹിദ് പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിവാദം നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ ശിർക്കാരോപണം പിൻവലിച്ച് മുജാഹിദ് കേരളത്തോട് മാപ്പ് പറയണം. നിങ്ങൾ ഈ കോക്കസ് കമ്മിറ്റി പിരിച്ചുവിട്ട് എല്ലാ മുജാഹിദുകൾക്കും തൃപ്തിപ്പെട്ട ഒരു കമ്മിറ്റി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉണ്ടാകണം. എല്ലാവർക്കും പോയി പരാതി പറയാൻ പറ്റിയ നിഷ്പക്ഷമായ ഒരു നേതൃത്വം ഈ പ്രസ്ഥാനത്തിനുണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഈ സംഗതിയെക്കുറിച്ച് ഉൾക്കൊള്ളണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രവർത്തകരെ തമ്മിലടിപ്പിച്ച് അതിന് ആദർശത്തിന്റെ പരിവേഷം നൽകി, സംഘടനാ സ്നേഹത്തിന്റെ പരിവേഷം നൽകി മുജാഹിദ് പ്രവർത്തകരെ ഇനിയും നിങ്ങൾ തമ്മിൽ തല്ലിക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നടപ്പുള്ള കാര്യമല്ല അതെന്ന് ജംഇയ്യത്തിന്റെ ആസ്ഥാനമായ പുളിക്കൽ വെച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഓർമ്മയിരിക്കട്ടെ എന്ന് പ്രത്യേകമായി കോക്കസ് നേതാക്കന്മാരോട് പറയാണ്. ആളുകളെ തമ്മിൽ തല്ലിക്കല് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ദഅവത്ത് മുടക്കിയില്ലേ നിങ്ങൾ 1 വർഷത്തിലധികമായി? ഇവിടെ സമ്മേളനമായിട്ട് എവിടെയെങ്കിലും ദഅവത്ത് നടക്കുന്നുണ്ടോ? ദഅവത്ത് നടക്കുന്നുണ്ടോ? എന്താ പ്രശ്നം? ആളുകളെ ചേരിതിരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാണ്. നേരത്തെ ഞാൻ ലജ്നയുടെ ഫത്വ വായിച്ചപ്പോ ഒരു പേജ് മാറിപ്പോയി. താടി വടിക്കുന്നവരെ സംബന്ധിച്ചല്ല, ഹദീസ് നിഷേധിക്കുന്നവരെ കുറിച്ചുള്ള ബഹ്ലു അഹ്ലിൽ ഇൽമി കഫറഹും എന്ന് പറഞ്ഞത് ഹദീസ് നിഷേധികളെ ചില ആളുകൾ കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊരു പേജ് മാറിപ്പോയതാണ്. ഇനി അത് പിടിച്ചു തൂങ്ങണ്ട എന്ന നിലക്ക് ഇപ്പോൾ തന്നെ വിശദീകരിക്കുകയാണ്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ വിശദീകരണവുമായി ഇനി നമുക്ക് മേഖലാ തലങ്ങളിലേക്കും യൂണിറ്റ് തലങ്ങളിലേക്കും ഇറങ്ങേണ്ടതുണ്ട്. തെറ്റിദ്ധരിച്ച ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. സാധാരണ പ്രവർത്തകർ പോലും ഇവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനയിൽ ഒരു കോക്കസ് വന്നിട്ട് മുടക്കിയാൽ മുടങ്ങുന്നതല്ല സലഫി ദഅവത്തെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മുജാഹിദ് പ്രവർത്തകരുടെ കണ്ണീരും മുജാഹിദ് പ്രവർത്തകരുടെ പ്രാർത്ഥനയും നിങ്ങൾക്കെതിരിലാണ്. ആ കണ്ണീരിന് നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറയാം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി. പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് വെറുപ്പാണെങ്കിലും ശരി. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സത്യദീനും സന്മാർഗവുമായി തന്റെ ദൂതനെ അയച്ചത് അല്ലാഹുവാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഈ ദീനിനെ എല്ലാ ദീനിനും ഉപരിയായി ഉയർത്തിക്കാട്ടുവാനും പ്രത്യക്ഷപ്പെടുത്തുവാനും. വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുദൈവവാദികൾക്ക് അത് ഇഷ്ടമല്ലെങ്കിലും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുക. ഈ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക. അള്ളാഹുവിന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളുക. അത് ജീവിതത്തിൽ പകർത്തുക. സലഫിയായതിന്റെ പേരിൽ അഭിമാനിക്കുക. ഈ ആദർശ പ്രസ്ഥാനത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക.
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.